നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വളരെ വ്യക്തമായി ബംഗാളിൽ അവിടെ തൃണമൂൽ എംപിമാരിൽ 12ഓളം പേർ BJP അംഗത്വം എടുക്കാൻ തയ്യാറാകുമ്പോൾ വിഭിന്ന സ്വരം വരികയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിലെ എംപിമാരെ ആരെയും BJPയിലേക്ക് എത്തിക്കരുത്, അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി, അത്തരത്തിലുള്ള നീക്കം നടത്തരുത് എന്ന് ദിലീപ് ഘോഷ് അടക്കമുള്ളവർ പറയുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. മറ്റേത് സംസ്ഥാനത്തെയും പോലെയല്ല ബംഗാളിൽ BJPയും തൃണമൂലും അത്യധികം വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അവിടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ്. 207 സീറ്റുകളുമായി ബംഗാളിൽ ചരിത്ര വിജയം നേടിയെടുത്ത സുവേന്ദു അധികാരി മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തി അദ്ദേഹം ബംഗാളിൻ്റെ അമരത്തേക്ക് എത്തി. എന്നാൽ ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടി തവിടുപൊടിയാകുന്ന സാഹചര്യത്തിൽ മമത സോണിയാഗാന്ധിയെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും കണ്ട് തൻ്റെ പ്രസ്ഥാനത്തിനോടൊപ്പം കൂടെ നിൽക്കണം, വേണ്ടി വന്നാൽ ഒരു മെർജിന് ലയനത്തിന് തയ്യാറാണ് എന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ വരെ കൊടുത്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അവിടെ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ചും നിലവിൽ മമതയുടെ പോക്കറ്റിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന 29 എംപിമാരിൽ 12 പേർ ഉറപ്പായും BJPയിലേക്ക് ചേരാൻ വേണ്ടി നിൽക്കുമ്പോൾ വിഭിന്ന സ്വരം ഉയരുകയാണ്. എംപിമാർ രാജിവെച്ച് മത്സരിച്ച് BJP ടിക്കറ്റിൽ നിന്നും ജയിച്ചു കയറിയാൽ മതി, അതല്ലാതെ കൂട്ടത്തോടെ കൂറുമാറ്റ നിരോധന നിയമം അത് അവിടെ നടക്കില്ല എന്ന് കരുതി BJPയിലേക്ക് എൻബ്ലോക്കായി ചേക്കേറുന്നത് ശരിയല്ല എന്ന് സുവേന്ദു അധികാരിയും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ബംഗാളിൽ വളരെ വൈകാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു മഹാമഹം തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പം ഒരുപക്ഷെ 20ഓ അതിൽ കൂടുതലോ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ബംഗാൾ എന്ന സ്റ്റേറ്റിൽ നടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമുക്കറിയാം 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ 29 സീറ്റുകൾ കഴിഞ്ഞ തവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കൊയ്തെടുത്തതാണ്. എന്നാൽ അതിൽ 9 എംപിമാർ, അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ തവണ അധീർ രഞ്ജൻ ചൗധരിക്കുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സീറ്റിൽ അവിടെ യൂസഫ് പത്താനാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചത്. യൂസഫ് പത്താൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ നിൽക്കുകയാണ്. നമുക്കറിയാം ബഹ്റാംപൂറിൽ കോൺഗ്രസിന് ശക്തി കേന്ദ്രമാണ്. അതുപോലെ തന്നെ കൃഷ്ണനഗറിലെ MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര, അതുപോലെ തന്നെ മറ്റൊരു MP ആയ സൈനി ഘോഷ് എന്നിവരടക്കം കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ആവശ്യകത ഉന്നയിക്കുകയാണ്. മമതാ ബാനർജിയുമായി സംസാരിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നതിനെ കുറിച്ചുള്ള സംസാരം ഉയരുകയാണ്. മമതയും ഇപ്പോൾ ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി തൃണമൂൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ബംഗാളിൽ ഉണ്ടായില്ല എന്ന് അവർക്ക് പരിപൂർണമായി അറിയാം. ബംഗാളിൽ വീണ്ടും കോൺഗ്രസ് വേഴ്സസ് BJP എന്നൊരു ദേശീയ ഇക്വേഷനിലേക്ക് ബംഗാൾ എന്ന സ്റ്റേറ്റ് മാറുമോ? അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.